അൻപനായകനായ ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പുള്ള അവസാന ചിത്രം എന്ന ഖ്യാതിയോടെ എത്തുന്ന ജനനായകൻ തമിഴ് സിനിമയിൽ ഒരു ചരിത്ര നിമിഷം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. 2026 ജനുവരി 9 തമിഴിലും തെലുങ്കിലും റിലീസ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഈ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ റിലീസിന് 2 മാസം മുമ്പ് തന്നെ വൻ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇതുവരെ നടന്ന പ്രീ റിലീസ് ബിസിനസ് കണക്കുകളാണ് ട്രേഡ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. സാഗ്നിൽക്ക് റിപ്പോർട്ട് പ്രകാരം ചിത്രം ഇതിനകം 325 കോടിയിലധികം രൂപ നേടിയെന്നാണ് കണക്കുകൾ. സാറ്റലൈറ്റ് മറ്റ് അവകാശങ്ങൾ വിറ്റഴിക്കുന്നതോടെ മൊത്തം വരുമാനം 400 കോടി രൂപയിലേക്ക് അടുക്കുമെന്നാണ് സൂചന. വിനോദ് സംവിധാനം ചെയ്ത് KVN പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ താരബലവും കഥാസന്ദർഭവും ആകാംക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. വിജയോടൊപ്പം പൂജ ഹെഗ്ഡെ, തമിഴിൽ അരങ്ങേറ്റം കുറിക്കുന്ന ബോളിവുഡ് താരം ബോബി ഡിയോൾ, മമിത ബൈജു, ഗൗതം വാസുദേവ് മേനോൻ, പ്രകാശ് രാജ്, നരേൻ, പ്രിയാമണി എന്നിവരും അണിനിരക്കുന്നുണ്ട്. താരബലത്തിനപ്പുറം ചിത്രത്തിന്റെ വലിയ തോതിലുള്ള സംഗീതവും ശക്തമായ വൈകാരിക കഥാസന്ദർഭവും ചിത്രത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറായ ജനനായകൻ ദളപതി വിജയുടെ കരിയറിലെ ഒരു സുപ്രധാന നിമിഷമായി അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തിയേറ്ററുകൾ, ഓവർസീസ് മാർക്കറ്റ്, OTT പ്ലാറ്റ്ഫോമുകൾ എന്നിവയെല്ലാം ചിത്രത്തിനായി മത്സരിച്ചതോടെ പൊതു റിലീസിന് മുമ്പ് തന്നെ ഒരു പ്രധാന വാണിജ്യ വിജയ് എന്ന നിലയിൽ ചിത്രം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു.